റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ട് പിൽക്കാലത്ത് കൂടി വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത് മനസ്സിലാക്കുവാൻ പ്രയാസകരമായ ഒരു വസ്തുതയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു ഭവിക്കുന്നു. നാം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഓർമ്മ വെച്ചതായ കാലം മുതൽ നാം ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ നാം കടന്നു വന്നു. ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വിസ്മരിക്കാനാവാത്ത അനവധിയായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അങ്ങനെ നാളിതുവരെ നമുക്ക് മറക്കാൻ സാധ്യമല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനവധിയായി ഉണ്ടാകാം. അത് നമുക്ക് സന്തോഷം സമ്മാനിക്കുന്നതോ സങ്കടം സമ്മാനിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുമാകാം. ചില കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അത് നല്ലതായിപ്പോയി എന്ന് കരുതാറുണ്ട്. എന്നാൽ മറ്റു ചില കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു, അത് ദോഷമായിപ്പോയി എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നതായ കാര്യം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തിന് അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതായ കാര്യങ്ങൾ സകലവും പിൽക്കാലത്ത് അവരുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതായി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതത്രേ. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയുമ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ എന്ന് അതിന് പ്രത്യേകാൽ വിശേഷണം ദൈവവചനം കൽപ്പിക്കുകയാണ്. അതായത് ലോകസ്ഥാപനത്തിനു മുന്നമേ ക്രിസ്തുവേശുവിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരെയാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവേശുവിലൂടെ ഈ ഉലകസ്ഥാപനത്തിന് മുന്നമേ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത്, വേണ്ടും പോലെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പലപ്പോഴും അറിയാൻ പാടില്ലാത്ത നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സമസ്ത കാര്യങ്ങളും പിൽക്കാലത്ത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളതത്രേ. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ദോഷത്തിനായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് നാം വിചാരിക്കാറുള്ളത്. ആ ചിന്തയാണ് നമ്മുടെ സമാധാനം എടുത്തു കളയുന്നത്, നമ്മുടെ സന്തോഷത്തെ ഇല്ലായ്മയിലാക്കി കളയുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത് യഥാർത്ഥ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പിൽക്കാലത്ത് ദൈവം അവരുടെ നന്മയ്ക്കായി ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. എന്നാൽ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതായ എല്ലാ കാര്യങ്ങളും അവരെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമായ വസ്തുതയാണ്. അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ ഭൗതികമായ സമ്പത്ത്, അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഭൗതികമായ സന്തോഷങ്ങൾ, ഇതെല്ലാം പിൽക്കാലത്ത് അവരുടെ നാശത്തിനായി അവർ തന്നെ ഒരുക്കി വെക്കുന്നതായ കാര്യങ്ങളായി പരിണമിക്കുന്നു എന്നുള്ളത് അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ആളുകളെ നാം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു. ധനാഢ്യന്മാരായിട്ടുള്ളവർ, ഒരുപാട് സ്വാധീനമുള്ളവർ, സൗന്ദര്യമുള്ളവർ, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ലോകപ്രകാരം ഉന്നതരായിട്ടുള്ള ധാരാളം വ്യക്തികളെ നാം കാണുകയാണ്. ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന ഈ പറയപ്പെട്ട ആളുകളൊക്കെ എത്രയോ സന്തോഷത്തിലും സൗഭാഗ്യത്തിലും കഴിയുന്നു എന്നൊക്കെ ഒരുപക്ഷെ ലോകം വിചാരിച്ചു വശായിരിക്കാം. പക്ഷെ പിൽക്കാലത്ത് അവരുടെ സന്തോഷങ്ങളും സമാധാനങ്ങളും അവരുടെ വലിയ വലിയ ഔന്നത്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതും ഒരു പരമാർത്ഥമായ വസ്തുതയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നാം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ സുഖിമാന്മാരായി കഴിഞ്ഞുകൂടിയിട്ടുള്ള ഒരുപാട് ശതകോടീശ്വരന്മാർ അവസാന കാലത്ത്
എല്ലാ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് ജീവിതം നിരാശാപൂർണമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവം അവർക്ക് നന്മയ്ക്കായി ഒരുക്കി കൊടുക്കുന്നു. പിൽക്കാലത്ത് അതെല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നാം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ നാം മറക്കാൻ ശ്രമിക്കുന്ന നമുക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. അതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ദോഷത്തിനായി ചെയ്തു എന്നൊരു പക്ഷെങ്കിൽ നാം വിചാരിച്ചിരിക്കാം. പക്ഷേ വലിയവനായ ദൈവം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദോഷത്തിനായി വന്നു ഭവിക്കേണ്ടുന്നതായ കാര്യങ്ങളെ നമ്മുടെ അനുഗ്രഹത്തിനായി നന്മയ്ക്കായി മാറ്റിയെടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നിരാശയെ മാറ്റി പിൽക്കാലത്ത് അത് സന്തോഷമാക്കി തരുവാൻ വലിയവനായ ദൈവത്തിന് സാധിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഇല്ലായ്മയോ രോഗങ്ങളോ ക്ഷീണങ്ങളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മാനസികമായ വിഷമങ്ങളോ ഒക്കെ ഒരുപക്ഷെങ്കിൽ ഇത് നാശത്തിനായിട്ടാണ് എന്ന് വിചാരിച്ച് നാം പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്. പക്ഷേ ദൈവവചനം നമ്മോട് പറയുന്നത് ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും, അതാണ് നാം വാക്യത്തിൽ വായിക്കുന്നത്, സകലവും നന്മയ്ക്കായി പിൽക്കാലത്ത് കൂടി വ്യാപരിപ്പിക്കുന്നു. എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണത്. ഒരുപക്ഷെ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവരുടെ നാശത്തിനായി വന്നു ഭവിക്കുമ്പോൾ അതേ കാര്യങ്ങൾ ദൈവവചനം യഥാർത്ഥ ദൈവമക്കൾക്ക് അനുഗ്രഹത്തിനായും അവരുടെ നന്മയ്ക്കായും പിൽക്കാലത്ത് ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളത് എത്രയോ പ്രസ്താവ്യമായ ഒരു വസ്തുതയാണ്. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിവുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ വലിയവനായ ദൈവത്തിന് സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബലഹീനതകളെ വലിയവനായ ദൈവം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിലർത്ഥമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാശത്തിനായി ഒരുപക്ഷെ നാം വിചാരിച്ചിരുന്നതായ കാര്യങ്ങളെല്ലാം തന്നെ വലിയവനായ ദൈവം നമ്മുടെ നന്മയ്ക്കായി ഒരുക്കി തരുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. ഒരുപക്ഷെ നാം വിചാരിച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും നമ്മുടെ നാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു, നമ്മുടെ ദോഷത്തിനായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ നാം വിചാരിച്ച് വല്ലാതെ വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ ഈ ദൈവവചനം ഇന്ന് രാവിലെ നമ്മെ തിരുത്തുകയാണ്. നമ്മോട് പറയുന്നു, നിന്റെ ദോഷത്തിനാണെന്ന് നീ വിചാരിക്കുന്ന നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പിൽക്കാലത്ത് നിന്റെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതിന് മുഖാന്തരമാക്കി ഞാൻ മാറ്റിത്തരുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഒരു വലിയ തകർച്ച പ്രതീക്ഷിച്ചിരിക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മോട് പറയുന്നത് നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ സകല നിരാശയും നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കുന്നതായ എല്ലാ ദോഷങ്ങളെയും നിനക്ക് അനുഗ്രഹത്തിനായി നന്മയ്ക്കായി മാറ്റിയെടുത്ത് നിന്നെ സമാധാനത്തിലും സന്തോഷത്തിലും നിലനിർത്തുന്ന വലിയവനായ ദൈവമുണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായ വചനം ശ്രദ്ധിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങളെ ഇന്ന് രാവിലെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ പല കാര്യങ്ങളും ഞങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നു, ഞങ്ങളുടെ നിരാശയിലേക്ക് നയിക്കുന്നു എന്നുള്ള പ്രയാസകരമായ ചിന്തകൾ ഞങ്ങളെ പലപ്പോഴും അലട്ടാറുണ്ട്. എന്നാൽ കർത്താവെ, ദൈവവചനം ഞങ്ങളെ ഇന്ന് രാവിലെ ഓർമ്മിപ്പിച്ച അനുഗ്രഹീതമായ ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ നന്മയിലേക്ക് നയിക്കുന്ന, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന
ഒരു വലിയവനായ ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. തകർച്ച മാത്രം പ്രതീക്ഷിച്ച് സമീപഭാവിയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വല്ലാതെ വേവലാതിപ്പെട്ട് പലപ്പോഴും ഞങ്ങളായിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിൻ്റെ വചനങ്ങൾക്കായി, ധൈര്യപ്പെടുത്തുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച ആരെങ്കിലും കർത്താവേ ഈ നിലയിൽ പ്രയാസപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച എല്ലാ കാര്യങ്ങളും അവരെ നന്മയിലേക്ക് നയിക്കുന്ന, അവരുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.